ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഹിന്ദി പരീക്ഷ എഴുതുക. കുറേ പേര് ചോദിച്ചിരുന്നു ഹിന്ദി എങ്ങനെയാണ് പഠിക്കുക, പട്കഥ എങ്ങനെയാണ് പഠിക്കുക, ഹിന്ദി എഴുതാൻ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ, അങ്ങനെയൊക്കെ കുറേ കമൻസ് വന്നിരുന്നു. അപ്പം അവർക്ക് വേണ്ടിയാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. ഹിന്ദി എങ്ങനെയാണ് എഴുതുക, മാർക്കിനനുസരിച്ച് എങ്ങനെ എഴുതണം, ആൻഡ് അബൌട്ട് ഗ്രാമർ, പിന്നെ എങ്ങനെ പഠിക്കണം, ഹിന്ദി സ്വന്തമായിട്ട് സെൻറ്റൻസ് മേക്ക് ചെയ്യാൻ അറിയാത്തവർ എങ്ങനെ ഹിന്ദി പഠിക്കണം എന്നൊക്കെ ഉള്ളത് പറഞ്ഞു തരാനാണ് ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ആദ്യമേ ഞാൻ പറയാം, ഹിന്ദി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര പാടായിട്ടുള്ളൊരു സബ്ജക്റ്റായിരുന്നു 10th. എനിക്ക് ഭയങ്കര പാടാണ്. എനിക്കാണെങ്കിൽ 9th മാർക്കൊന്നും ഇല്ലായിരുന്നു. ഹിന്ദി എനിക്ക് ഗ്രാമർ കുറച്ച് പുറമോട്ടാണ്. എനിക്ക് സ്വന്തമായിട്ട് സെൻറ്റൻസ് മേക്ക് അറിയില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ബട്ട് എനിക്ക് SSLC പബ്ലിക് എക്സാമിന് ഫുൾ മാർക്കുണ്ട് ഹിന്ദിക്ക്. അപ്പോൾ അതെങ്ങനെയാണ് കിട്ടിയത്, എങ്ങനെയാണ് ഹിന്ദി പഠിച്ചത് എന്നൊക്കെയുള്ള ടിപ്സും ഒക്കെ ഷെയർ ചെയ്യാനാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ ഹിന്ദി 40 മാർക്സിനാണ് എക്സാം. 40 മാർക്സിനാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ എനിക്കെന്ന് പറയുമ്പം ഹിന്ദി ഭയങ്കര പാടായിരുന്നു. ഞാനാണെങ്കിൽ ഹിന്ദി പിന്നെ ആദ്യത്തെ കാര്യം പറയാം, SSLCയിൽ ഹിന്ദി ഗ്രാമർ അധികം നോക്കില്ല. ചെറിയ ചെറിയ മിസ്റ്റേക്സൊക്കെ ഉണ്ടെങ്കിൽ ഒരു മാർക്ക് തരും. കാരണം മെയിൻ പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ ഹിന്ദിക്ക് മാർക്ക് കിട്ടും. എനിക്കധികം ഗ്രാമറിനൊന്നും എനിക്ക് കുറച്ചിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ പഠിച്ചത് കുറച്ചൊക്കെ ഡിസ്കോഴ്സസ് ഒക്കെ നമുക്കറിയാം, പട്കഥ, പിന്നെ വാർത്ത, ലൈക്ക് നമ്മുടെ പോയംസിൻ്റെയൊക്കെ ആശയം, പിന്നെ വാർത്ത, പിന്നെ ചില ഡിസ്കോഴ്സസ് ഒക്കെ ഞാൻ കാണാതെ പഠിച്ചിരുന്നു. പിന്നെ ചില മെയിൻ പോയിൻറ്റ്സ്, നമ്മുടെ സമ്മറിയുടെ, ഓരോ ചാപ്റ്ററിൻ്റെ സമ്മറിയുടെ മെയിൻ പോയിൻറ്റ്സ് ഞാൻ കാണാതെ പഠിച്ചിരുന്നു. എനിക്കാണെങ്കിൽ ഹിന്ദി ഒട്ടും പറ്റാത്ത ഒരിതാണ്. കാരണം എനിക്ക് പറ്റില്ലായിരുന്നു, 10th പറ്റില്ലായിരുന്നു. ഇപ്പം +1 സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദിയാണ്, എന്നാലും 10th എനിക്ക് ഒട്ടും പറ്റില്ലായിരുന്നു ഹിന്ദി. അങ്ങനെ കുറേയൊക്കെ ഞാൻ കാണാതെ പഠിച്ചു, കുറേയൊക്കെ ഗ്രാമർ ക്ലാസ്സസ് കണ്ടു. പിന്നെ ഞാൻ ഗ്രാമർ ക്ലാസ്സസ് കണ്ടത് യൂട്യൂബ് ക്ലാസ്സസ് തന്നെയാണ് കണ്ടത്, ട്യൂഷന് പോയിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് ഹിന്ദി ഞാൻ പഠിച്ചെടുത്തത്. ഇനിയും ഹിന്ദിയാണെങ്കിൽ സംസാരിക്കാൻ പറഞ്ഞാൽ എനിക്ക് അത്ര അറിയില്ല, ബട്ട് എഴുതാനൊക്കെയാണ്. പട്കഥ പഠിക്കുന്നത് നമ്മൾ ആദ്യം ആ ഒരു പാഠത്തിൻ്റെ ടോട്ടൽ ആശയം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ആ പാഠത്തിൽ എന്താണ് പറയുന്നത്, ആൻഡ് നമ്മൾ ആ ഒരു ചാപ്റ്റർ ഞാൻ ഒരു ചാപ്റ്റർ തന്നെ ഒരു 7-8 ടൈംസ് വായിച്ചു കാണും. നമ്മൾ നല്ലപോലെ ഓരോ ചാപ്റ്റേഴ്സും നല്ലപോലെ വായിക്കണം എന്ന് പറയുമ്പോൾ, അപ്പോൾ ഓരോ ന്യൂ വേർഡ്സൊക്കെ നമ്മുടെ മനസ്സിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ വേർഡ്സൊക്കെ നമുക്ക് എക്സാമിന് കാണുമ്പോൾ ഇത് ഈ പാഠത്തിലെ ഈ ഭാഗത്തിൽ വന്ന ക്വസ്റ്റ്യനാണ്, അപ്പോൾ അത് ബേസ് ചെയ്താണ് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി പട്കഥ എന്ന് പറയുമ്പം ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് കുറേ പട്കഥയുണ്ട്, കുറേ സംഭവങ്ങളുണ്ട് പട്കഥ വരാനായിട്ട്. അപ്പോൾ ഞങ്ങളുടെ ടീച്ചർ ആ ഒരു സന്ദർഭങ്ങളിലെയൊക്കെ പട്കഥ ഞങ്ങൾക്ക് എഴുതാൻ തന്നിരുന്നു. ടീച്ചർ 2 എണ്ണം തന്നിട്ട് ബാക്കി നമ്മളെ കൊണ്ട് എഴുതിച്ച്, പിന്നെ നമ്മളത് എഴുതിക്കൊണ്ട് ചെല്ലുമ്പോൾ അതിൻ്റെ ഗ്രാമർ കറക്റ്റ് ചെയ്ത് ടീച്ചർ തന്നിരുന്നു. അപ്പം കഴിഞ്ഞ പ്രാവശ്യം പട്കഥ വന്നത് ഫസ്റ്റ് ബീർ ബഹൂട്ടി എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ്. അങ്ങനെയാണ് ഞാൻ പട്കഥ പഠിച്ചത്. ഞാൻ കുറച്ച് എഴുതി പഠിച്ചു. എനിക്ക് ഹിന്ദി ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഞാൻ എഴുതി പഠിച്ചു. എനിക്കാണെങ്കിൽ ചിലതൊക്കെ നമ്മൾ വായിച്ചാൽ ഒന്നും നമ്മുടെ തലയിൽ നിൽക്കില്ല. അപ്പം ഞാൻ കുറേയൊക്കെ എഴുതി പഠിച്ചു. പിന്നെ കുറേ ടൈംസ് വായിക്കണം. അതാണ് ഹിന്ദി പഠിക്കാനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുമ്പോൾ, കുറേ ടൈംസ് ചാപ്റ്റേഴ്സ് വായിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു ഗ്രാമർ എന്ന് പറയുമ്പം verb plus ki uski, അങ്ങനത്തെ plus ki is plus ka, അങ്ങനത്തെ ഉള്ള ഗ്രാമേഴ്സൊക്കെ പഠിക്കണം. അത് 1 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. മാക്സിമം 1 മാർക്ക് ക്വസ്റ്റ്യൻസിന് മാർക്ക് കളയാതിരിക്കാൻ നോക്കുക. അവിടെയാണ് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും മാർക്ക് പോകുന്നത്. 1 മാർക്ക് വെച്ച് ഇങ്ങനെ പോകുമ്പോൾ A+ പോകാൻ സാധ്യത കൂടുതലാണ്. വേറെ ഹിന്ദി പഠിക്കാൻ ടിപ്സ് വേറെ ടിപ്സൊന്നും ഇല്ല. നമ്മൾ നല്ലപോലെ എല്ലാ ചാപ്റ്ററിൻ്റെയും
കണ്ടൻറ് എന്താണെന്ന് നമ്മൾ നല്ലപോലെ മനസ്സിലാക്കുക, ചാപ്റ്റേഴ്സ് കുറേ ടൈംസ് വായിക്കുക. പിന്നെ നമുക്ക് ഇപ്പം ഒട്ടും അറിയാത്ത സ്വന്തമായിട്ട് സെൻറ്റൻസ് മേക്ക് ചെയ്യാൻ അറിയാത്ത ഒരാളാണെങ്കിൽ കുറച്ചൊക്കെ നോട്ട്സൊക്കെ കാണാതെ പഠിക്കുക. ഇപ്പം വായിച്ച് പഠിക്കാനും പറ്റുന്നില്ല എങ്കിൽ എഴുതി പഠിക്കുക. ഒരു 4-5 പ്രാവശ്യമൊക്കെ എഴുതി പഠിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ഹിന്ദി പഠിച്ചത്. എൻ്റെ ഹിന്ദിയുടെ പേപ്പർ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് വേണേൽ ഞാൻ അവിടെ കൊടുത്തിരിക്കാം. പിന്നെ ഞാൻ കാണാതെ പഠിച്ച ഒന്നാണ് നമ്മുടെ കഥാപാത്ര നിരൂപണം, ഗംഗയുടെ ആ ഒരു ഠാക്കൂർ കാ കുആം ചാപ്റ്ററിലെ. അപ്പം കഴിഞ്ഞ SSLCക്ക് ഗംഗയുടെയാണ് വന്നത്. ആൻഡ് പിന്നെ നമുക്ക് പറ്റുമെങ്കിൽ ഓപ്ഷനും കൂടെ എഴുതിയിടാം. ഓപ്ഷൻ എഴുതുന്നതെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും എഴുതി കഴിഞ്ഞിട്ടല്ല ഓപ്ഷൻ എഴുതേണ്ടത്. എല്ലാം എഴുതി കഴിഞ്ഞ് നമ്മൾ എല്ലാം ഒന്ന് വായിച്ച് നോക്കണം. എവിടെയെങ്കിലും നമുക്ക് ചില സമയത്ത് നമ്മൾ എഴുതി കഴിഞ്ഞത് വായിച്ച് നോക്കുമ്പോൾ നമുക്ക് എവിടെയൊക്കെയാണ് ഗ്രാമർ ചെറുതായിട്ട് മിസ്റ്റേക്ക് ഉണ്ടല്ലോ അത് തിരുത്താനൊക്കെ നമുക്ക് ഒരിത് വരും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ എന്നെല്ലാം വായിച്ച് എല്ലാ ക്വസ്റ്റ്യനും എഴുതിയിട്ടുണ്ടോ എല്ലാം നോക്കിയിട്ട് വേണം അവസാനം എക്സ്ട്രാ ക്വസ്റ്റ്യൻ എഴുതാൻ. ഓക്കെ, ഞാനൊരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ എഴുതിയിരുന്നു. എക്സ്ട്രാ ക്വസ്റ്റ്യന് മാർക്ക് ഇടുന്നത് നമ്മളിപ്പോൾ ഒരു സെക്ഷനിൽ കുറേ പേര്, ഞാൻ പറഞ്ഞതാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്, എന്നിട്ടും കുറേ പേര് ചോദിക്കുന്നതുകൊണ്ടാണ് പറയുന്നത്. നമ്മളൊരു സെക്ഷനുണ്ട്, ഇപ്പോൾ ഒരു സെക്ഷൻ എടുക്കുകയാണ്. 4 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യനുള്ള സെക്ഷനാണ്. ആ 4 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യനുള്ള സെക്ഷനിൽ നിന്ന് നമ്മൾ 4 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വിടാം. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ 4 എഴുതി, അത് കഴിഞ്ഞ് 5ഉം കൂടെ ഒന്ന് എഴുതിയിട്ടിട്ട് അഡീഷണലായിട്ട് ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടു, ആൻസർ എഴുതിയിട്ടു. അങ്ങനെയാണെങ്കിൽ പേപ്പർ നോക്കുന്ന സമയത്ത് നമ്മൾ ഈ 4 എണ്ണം ആദ്യം എഴുതിയല്ലോ, ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യന്, ഇപ്പോൾ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണെന്ന് വെക്കാം, ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യന് 3 മാർക്കോ 2 മാർക്കോ ഉള്ളെങ്കിൽ നമ്മൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻ എഴുതിയ ആൻസറിന് 4 മാർക്കും കിട്ടുമെങ്കിൽ ആ എക്സ്ട്രാ ക്വസ്റ്റ്യൻ എഴുതിയ ആ ഒരു എക്സ്ട്രാ എഴുതിയ അതിൻ്റെ മാർക്കായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് അഡീഷണൽ ക്വസ്റ്റ്യൻ്റെ മാർക്ക് എന്ത് ചെയ്യുക, കൂട്ടുകയുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഹിന്ദി ഇങ്ങനെയൊക്കെയാണ് ഞാൻ പഠിച്ചത്. നിങ്ങൾക്കും പഠിക്കാൻ പറ്റും. അധികം സ്ട്രെസ്സൊന്നും എടുക്കേണ്ട കാര്യമില്ല, നമുക്ക് പറ്റും. കുറേ ടൈംസ് ചാപ്റ്റർ വായിക്കുക, അതുപോലെ ചാപ്റ്റേഴ്സിൻ്റെ കൺസെപ്റ്റ് ക്ലിയർ ആക്കുക, അതൊക്കെ ഉള്ളൂ. പിന്നെ ഹാൻഡ് റൈറ്റിംഗ് മെച്ചപ്പെടുത്താനുള്ള ഒരു സംഭവം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം നമുക്ക് കൈ പിടിക്കാൻ ഒരു കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു പെൻ യൂസ് ചെയ്യുക. നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷൻ യൂസ് ചെയ്യുക പെൻ പിടിക്കാൻ. അല്ലെങ്കിൽ നമ്മൾ വേറെ ഒരാൾ പിടിച്ചിരിക്കുന്ന പോലെ പിടിച്ച് നമ്മളെ തന്നെ ഫോഴ്സ് ചെയ്യിപ്പിച്ച് എഴുതുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ കൈക്ക് സ്ട്രെയിൻ വരും. അപ്പോൾ കുറച്ച് എഴുതി കഴിയുമ്പോഴേക്കും കൈവേദനയാവും, പിന്നെ എഴുതാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ഇത് വരും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കംഫർട്ടബിളായിട്ടുള്ള ഒരു പെൻ എടുക്കുക, കംഫർട്ടബിളായിട്ടുള്ളൊരു പൊസിഷൻ പിടിക്കുക, ആൻഡ് ദെൻ എഴുതി പഠിക്കുക. നമ്മളിപ്പോൾ മാത്സും ഫിസിക്സും ഒക്കെ നമ്മൾ ക്വസ്റ്റ്യൻസൊക്കെ PYQ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഈ പെന്നിട്ടിങ്ങനെ നമ്മൾ എഴുതി പഠിച്ചാലേ ഹാൻഡ് റൈറ്റിംഗ് മെച്ചപ്പെടുകയുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഉറപ്പായിട്ടും ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ഓൾസോ പ്ലീസ് സപ്പോർട്ട് മീ. താങ്ക് യു.